ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ശക്തമായ ഇടിമിന്നലും അതുപോലെ തന്നെ കാറ്റും മയക്കുള്ളൊരു കോളുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിദ്ദയുടെ എല്ലാ ഭാഗത്തും ശക്തമായ ഇടിമിന്നലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടും അതുപോലെ കുട്ടികളായിട്ടും അതുപോലെ ഫ്രണ്ട്സായിട്ട് ആരെങ്കിലും യാത്ര ഇന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റിവെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജിദ്ദയുടെ ബാഗ്ദാദിയ സ്ട്രീറ്റിൽ നിന്നുള്ള ലൈവ് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായ ഇടിമിന്നലാണ്. നമ്മുടെ ഷോപ്പിൻ്റെ മുൻവശത്തു നിന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ആകാശത്തിൻ്റെ ഏകാഗ്രമായ ആകാശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇടിമിന്നൽ ശക്തമായ ഒരു കാറ്റിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇപ്പോൾ ശക്തമായ കാറ്റാണ്. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഗൈസ്. അതുകൊണ്ടാണ് വീഡിയോ കടക്കുള്ളിൽ നിന്നാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ശക്തമായ ഇടിമിന്നലും കാറ്റും അതുപോലെ തന്നെ പൊടിക്കാറ്റാണ്. പുറത്തേക്ക് ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പീടിയൻ്റെ അകത്തു നിന്ന് തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആകാശത്ത് ശക്തമായ മഴക്കാറും അതുപോലെ തന്നെ ഇടിയും മിന്നലും നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഉണ്ട്. ആൾക്കാരൊക്കെ ഓടി അവരുടെ റൂമിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും ബാക്കി ഭാഗം നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. സുഹൃത്തുക്കളെ, മഴ പെയ്തു. ശക്തമായ മഴ അല്ലെങ്കിലും നല്ല കട്ടിയുള്ള മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മഴയിലേക്ക് പോകുമെന്നൊരു തോന്നൽ പ്രതീതി ഇപ്പോൾ തന്നെയുണ്ട്. ശക്തമായ കാറ്റും അതുപോലെ തന്നെ ശക്തമായ ഇടിമിന്നലും ആകാശത്തിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാം സേഫായ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ യാത്ര പോകുന്നതാണ് ഏറ്റവും നല്ലത്. വണ്ടികളൊക്കെ പണ്ടിവിടെ വെള്ളം വന്നപ്പോൾ എല്ലാ വണ്ടികളും വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയ ഒരവസ്ഥകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ഉയർന്ന സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ വലതിലേക്ക് പോകുന്ന റൂട്ടിലാണ്, ഇപ്പോൾ ബാഗ്ദാദിയ റൂട്ടിലാണ്, ബാഗ്ദാദിയ സ്ട്രീറ്റാണ് ഇത് കാണുന്നത്. ഇവിടുന്ന് നേരെ ഒരു 10 മിനിറ്റ് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് വലതിലേക്ക് എത്താവുന്നതാണ്. ഗൈസ്, മഴ പെയ്തു തുടങ്ങി. ശക്തമായ മഴയാണിപ്പോൾ കാണാം. കുട്ടികളും പെണ്ണുങ്ങളും എല്ലാം ഓടി വീട്ടിലേക്ക് പോകുന്ന കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ ഇനി ആരും ഈ നേരത്തെ യാത്ര പ്ലാൻ ചെയ്യരുത്. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ അങ്ങനത്തെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തേക്ക് പോകാവൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ പിന്നെ നമ്മൾ കഴിച്ചിട്ട് കാര്യമില്ല. പണ്ട് ഇവിടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒരുപാട് കാറുകളും അതുപോലെ തന്നെ ഒരുപാട് ബസ്സുകളടക്കം ഇവിടെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ജിദ്ദ എന്ന് പറയുന്നത് നമ്മുടെ നാട് പോലത്തെ ഒരു സ്ട്രീറ്റല്ല. ഇവിടെ കുറച്ച് ഒരു അരമണിക്കൂർ തന്നെ മഴ പെയ്യുകയാണെങ്കിൽ ശക്തമായ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇവിടെ കുറച്ച് താഴ്ചയുള്ള പ്രദേശമാണ് ഗൈസ്. ഇതാ നമ്മളുടെ കടലിന് മുന്നിലുള്ള ലൈവ് കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇതാ വെള്ളം കണ്ടോ, ഏകദേശം ഒരു മിനിറ്റ് മഴ പെയ്യുമ്പോഴത്തേക്കിന് റോഡിൻ്റെ മുകളിലുള്ള വെള്ളം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ശക്തമായ വെള്ളപ്പൊക്കമാണ്. ഒരു 10 മിനിറ്റ് ഈ തോതിൽ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് പോകാനുള്ള യാതൊരു സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും കേൾക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും, അതുപോലെ ജിദ്ദയിലുള്ള സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും അവരോടൊക്കെ നിങ്ങൾ വിളിച്ച് പറയുക ഫോണിൽ, ഇന്നത്തെ യാത്ര ഒഴിവാക്കുക. ഏറ്റവും ശക്തമായ ഒരു മഴയും വെള്ളപ്പൊക്കം വരാനുള്ളൊരു സാധ്യത കൂടുതലാണ് ഗൈസ്. ഇതിന് മുന്നേ 3 കൊല്ലം മഴ പെയ്ത സമയത്ത് ഇവിടെ ശക്തമായ വെള്ളം പൊങ്ങിയിരുന്നു. അതുപോലെ തന്നെ ഈ വലതിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് സ്വതവേ കടലിനോട് അടുത്തൊരു പ്രദേശമായതിനാൽ ഇവിടുന്ന് പോകുന്ന സകല വെള്ളവും അതുപോലെ തന്നെ ഈ വലതിൻ്റെ ഈ താഴ്ചയുള്ള ഭാഗത്തേക്ക് വന്ന് അടയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. സ്വതവേ ഏഷ്യൻ വംശമായ എല്ലാ രാജ്യത്തും ശക്തമായ മഴ ഇപ്പോൾ നേരിട്ടിരിക്കുകയാണ്. യമൻ ശക്തമായ മഴയുടെ പിടിയിലാണ്. ഒരുപാട് നാശങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 13,000 വീടുകൾ അവിടെ ഒലിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ നാശത്തിലേക്കൊന്നും പോകാതെ കുറച്ചൊന്നും നമ്മളെ കാക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഗൈസ്. നിങ്ങളെ പ്രാർത്ഥന നമ്മളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഗൈസ്. ശക്തമായ വെള്ളം പൊങ്ങുകയാണെങ്കിൽ
ഈ വെള്ളപ്പൊക്കം നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാനും അതുപോലെ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാനും സാധ്യതയുണ്ട്. ഇതിന് മുന്നേ വന്ന മഴയിൽ ലക്ഷക്കണക്കിന് റിയാലിൻ്റെ സാധനങ്ങൾ നമ്മുടെ മഴയിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ശക്തമായി കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരുപാട് വെള്ളം പൊങ്ങിക്കഴിഞ്ഞു ഗൈസ്. മിനിറ്റ് മഴ പെയ്തപ്പോഴുള്ളൊരു അവസ്ഥയാണ് ഈ കാണുന്നത്. കാറൊക്കെ ഏകദേശം ഒരു ടയറിൻ്റെ മുകളിലേക്ക് വെള്ളം വരുന്നൊരവസ്ഥയിലേക്ക് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഷോപ്പുകളെല്ലാം അടഞ്ഞു തുടങ്ങി. ആൾക്കാർക്ക് ഭയപ്പാടാണ്. കൂടുതൽ ഇവിടെ ആരും തന്നെ സ്റ്റേ ചെയ്യുന്നതല്ല. ഇതിൻ്റെ മുന്നേ മഴ വന്നപ്പോഴുള്ള ഒരു ഭയം കൊണ്ടാണ് ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വന്നത്. കണ്ടോ ഗൈസ്, റോഡെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ജിദ്ദയുടെ ബഗ്ദാദിയെ വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തികച്ചും നിരാശാജനകം ഒരവസ്ഥയാണ്. നമുക്ക് സൗദിയിലുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്യുക എന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹമാണ്. കാരണം കാലാവസ്ഥ അത്യുഗ്രമായ ഒരു ചൂടിലാണ് ഇപ്പോൾ കടന്നു കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു ശാശ്വതമായ ചെറിയൊരു മഴ ഞങ്ങൾക്ക് ലഭിക്കാവുന്ന പഠിച്ചതിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു മഴ പെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മഴ പെയ്താലും നമ്മളെ സൂക്ക് മൊത്തം വെള്ളത്തിൻ്റെ അടിയിലാവുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് കൂടുതൽ മഴ ലഭിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും കൂടുതൽ പണി നമ്മൾ പിന്നീട് എടുത്താൽ മാത്രമേ നമ്മളെ ഷോപ്പും അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഓരോ കാറ് പോകുമ്പോഴും വെള്ളം തെറിപ്പിക്കുന്നത് കാണാൻ കഴിയുന്നതാണ്. ആ വെള്ളം നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത് ഗൈസ്. ഇപ്പോൾ തന്നെ ഒരുപാട് ഷോപ്പുകൾ വെള്ളത്തിൻ്റെ അടിയിലായി കഴിഞ്ഞു ഗൈസ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും വലിയൊരു വെള്ളക്കെട്ട് അടുത്ത കാലത്തൊന്നും സൗദിയിലുണ്ടായിട്ടില്ല. ശക്തമായ മഴയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 10-15 മിനിറ്റ് മഴ പെയ്യുമ്പോൾ തന്നെ നമ്മുടെ റോഡെല്ലാം വെള്ളത്തിൽ മുങ്ങിയെന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ കഴിയുന്നത്. കാണുന്നതെന്നറിയില്ല. ഫുട്പാത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ ഷോപ്പിൻ്റെ സൈഡിലുള്ള ഒരു ഫുട്പാത്താണ് ഗൈസ് ഇത്. ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരം വലതേക്ക് പോകുന്ന റോഡ് മുഴുവൻ നിങ്ങളെ കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനി മഴ പെയ്യുന്നില്ല എങ്കിൽ അവിടം വരെ നടന്ന് തീർച്ച വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബാഗ്ദാദി എന്ന ബലത്തിലേക്ക് പോകുന്ന റോഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഇവിടെ ഉമാർ അൽ ഫാർസി എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ചോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ ബലത്തിലേക്ക് യാത്ര ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഷാറ ബാഗ്ദാദിയിൽ ഉമാർ അൽ ഫാർസി എന്ന് പറഞ്ഞാൽ വൈറ്റ് ഗോൾഡ് കച്ചവടം നടക്കുന്ന ഒരു ഏക ബിൽഡിംഗ് ആയിരുന്നു ജിദ്ദയിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ ഷാറ റോയ്സിലാണ് അതിൻ്റെ ആസ്ഥാനം. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് യാത്ര മാത്രമേ ബലത്തിലേക്കുള്ളൂ. ഇവിടുന്നാണ് ശക്തമായ വെള്ളക്കെട്ട് ബലത്തിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ ഭാഗം മുഴുവൻ വെള്ളത്തിനടിയിലാണ്. വാഹനങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും റോഡിൽ എത്രമാത്രം വെള്ളം കയറിയെന്ന്. ഒരു 5 മിനിറ്റ് മഴ നിന്ന സമയത്താണ് ഗൈസ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ നാട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് രാത്രി കഴിയുന്നതും യാത്ര ഒഴിവാക്കാൻ വേണ്ടി അവരോട് അഭ്യർത്ഥിക്കുക. കാരണം ഇനിയും മഴ പെയ്യുമെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന മെസ്സേജ്. ഇന്ന് രാത്രി 12 മണി മുതൽ നാളെ രാത്രി 4 മണി വരെ ശക്തമായ ഇടിയും മിന്നലും കാറ്റും മഴയുണ്ട് ഗൈസ്. ഷോ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. റോഡിൻ്റെ ഒരു അവസ്ഥയാണ് ഗൈസ് ഇത്. നമ്മുടെ നാട് പോലെയല്ല, ഒരു തുള്ളി വെള്ളം റോഡിൻ്റെ മുകളിൽ കുടിക്കുന്നൊരവസ്ഥയില്ല. കംപ്ലീറ്റ് ഒഴുകി കടലിലേക്ക് എത്തുന്നവരെ വെള്ളം നിൽക്കുന്നൊരവസ്ഥയാണ് ഇവിടെ. ബഗ്ദാദിയിലുള്ള ബാങ്ക് റിയാദിൻ്റെ മുന്നിൽ നിന്നുള്ള ലൈവ് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വാഹനങ്ങൾ വെള്ളത്തിൽ കൂടി ചീരിപ്പാഞ്ഞ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ കടൻ്റെ ഷോപ്പിൻ്റെ ഒക്കെ മുന്നിൽ തന്നെ ഒരുപാട് വാഹനങ്ങൾ കേടായി കിടക്കുന്നുണ്ട്. എഞ്ചിനുള്ളിൽ വെള്ളം കയറിയിട്ട് മറ്റു പ്രശ്നങ്ങൾ കൊണ്ട് ഓഫായി പോയി ഒരുപാട് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വണ്ടി കേടായിട്ട് അദ്ദേഹം ഇവിടെ പാർക്കിങ്ങിലിട്ടിരിക്കുകയാണ് ഗൈസ്. ഇതാ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി വെള്ളക്കെട്ട് കൂടുതലാണ്. ഇത് ബഗ്ദാദിയിൽ നിന്നും ബലത്തിലേക്ക് പോകുന്ന പ്രവിശ്യയാണ്. ബഗ്ദാദിയ ഗർബിയ ഷെർഗിയ എന്ന 2 ഭാഗങ്ങളാണ്. ഗർബിയയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ലെങ്ത്ത് കൂടുമെന്നൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വലിച്ചു നീട്ടാത്തത്. തീർച്ചയായിട്ടും ബാക്കി നിങ്ങൾ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക.
ഇപ്പോൾ മഴയ്ക്ക് ഒരു താൽക്കാലിക ശമനം വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മഴ നിന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. മഴയുള്ള സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഒരുപാട് ജനങ്ങൾ നമ്മളെപ്പോലെ തന്നെ വീഡിയോ എടുക്കാനും മറ്റും റോട്ടിലേക്ക് ഇറങ്ങി നടക്കുന്നതും നിങ്ങൾക്ക് കാണാം. കഴിയുന്നതും ചെറിയ കുട്ടികളും അതുപോലെ ആൾക്കാരൊന്നും റോഡിലേക്ക് കഴിയുന്നതും ഇറങ്ങാതിരിക്കുക. കാരണം ഇനിയും മഴ വരാനും അതുപോലെ തന്നെ വെള്ളക്കെട്ടുണ്ടാകാനൊക്കെ സാധ്യത കൂടുതലാണ്. അൽഹംദുലില്ലാ ഇപ്പം മഴയ്ക്കൊരു ശമനം വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ മഴ പെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങളെ ഷോപ്പ് നിലനിൽക്കുന്ന സിറ്റിയാണ്, ബാഗ്ദാദി എന്നാണ് ഈ സിറ്റിയുടെ പേര്. ഇത് ഉംറയ്ക്ക് വന്ന ബസ്സാണ് ഗൈസ്. മഴ കണ്ടിട്ട് പേടിച്ചിട്ടൂടെ സൈഡാക്കിയതാണ്. ഒരുപാട് യാത്രക്കാരും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഗൈസ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനിയും വലിയ നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. നമ്മുടെ നാട് പോലെയല്ല, ഇവിടെ ഒരു മണിക്കൂർ മഴ പെയ്താൽ സോപ്പ് മൊത്തം വെള്ളത്തിനടിയിലാവുന്ന ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. പടച്ച റഹ്മാൻ നമ്മളെയൊക്കെ സംരക്ഷിക്കട്ടെ. ആമീൻ. ഈ റോഡിൻ്റെ മുകളിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വലിയ മഴയാണ് ഇപ്പോൾ ഇവിടെ പെയ്തു പോയത് എന്ന്. ഒരുപാട് വേസ്റ്റുകൾ, ഈ മരത്തിൻ്റെയും മറ്റേയും വേസ്റ്റുകളും പൊടികളും എല്ലാം വന്ന് അടിഞ്ഞിട്ടുണ്ട്. എന്നാലും അത് നാളെ നേരം വെളുക്കുന്ന സമയം ആവുന്ന പോലെ പെട്ടെന്ന് അത് ക്ലീനാക്കി പഴയ രൂപത്തിൽ തന്നെ അവരാക്കിയെടുക്കും. അതാണ് അവരുടെ കഴിവ്. ഇവിടുന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഒരുപാട് വലിയൊരു വെള്ളക്കെട്ടാണ് കേസ്. വണ്ടി വരുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ റോഡ് മൊത്തം വെള്ളത്തിനടിയിലാണ്. കണ്ടോ ഗൈസ്, ഏകദേശം ടയറിന് മുകളിൽ തന്നെ ഇപ്പോൾ വെള്ളം പൊന്തിക്കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് ശക്തമായ വെള്ളപ്പൊക്കമാണ്. ഇനി ഒരടുത്ത മഴ കൂടി പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കടലിൻ്റെ മുമ്പിൽ എല്ലാ റോഡുകളും തന്നെ വെള്ളത്തിൻ്റെ അടിയിലായി പോകുന്നതാണ് ഗൈസ്. ഏകദേശം കേരളത്തിൻ്റെ അതേ ഒരു അവസ്ഥയിലേക്ക് സൗദി, ജിദ്ദ, ബാഗ്ദാദിയ സ്ട്രീറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ വെള്ളപ്പൊക്കം. ബാക്കി കാഴ്ചകൾ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പറഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ബാക്കി കാഴ്ചകൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക.